ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. വിവിധ ഭാഷകളിൽ നിലവിൽ ടെലികാസ്റ്റ് നടക്കുന്ന ഷോ മലയാളത്തിൽ തുടങ്ങിയിട്ട് 6 സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം 6 അതിന്റെ ഗ്രാൻഡ് ഫിനാലെയോടടുക്കുമ്പോൾ ഓരോ മത്സരാർത്ഥികളും അതിൻ്റെതായ ഗൗരവത്തിലാണ് നിലനിൽക്കുന്നത്. ഓരോ മത്സരാർത്ഥിയെ സംബന്ധിച്ചും ഇനിയുള്ള ആഴ്ചകൾ നിർണായകമാണ്. നന്ദന അടുത്തിടെ പുറത്തായതിനെ തുടർന്ന് അടുത്ത എലിമിനേഷൻ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ ആകാംക്ഷ പ്രേക്ഷകരുടെ പിരിമുറുക്കവും വർദ്ധിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ഓരോ എപ്പിസോഡിന്റെ ടീസറിലും പുറത്താക്കലിന്റെ സാധ്യതയെ അഭിമുഖീകരിക്കുന്ന ബാക്കിയുള്ള 6 മത്സരാർത്ഥികളെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും ജാസ്മിൻ, അഭിഷേക്, സായി, ഋഷി എന്നിവർ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതായി ടീസർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഋഷിയെയും നോറയെയും അവസാന റൗണ്ടിൽ അപകടത്തിലാക്കിയേക്കാം. ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസണിൽ മത്സരാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവസാനമായി നന്ദനയാണ് പ്രേക്ഷക വിധി പ്രകാരം പുറത്തായത്. നന്ദന പുറത്തായത് പ്രേക്ഷകരെയും സഹ മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ചു. തികച്ചും നല്ലൊരു ഗെയിമറായിരുന്നു നന്ദന. ഇപ്പോഴിതാ നോറയും ബിഗ് ബോസ് മലയാളം 6ൽ നിന്ന് പുറത്താവാൻ പോകുന്നു. എന്നാൽ നോറ രഹസ്യമുറിയിലാണ് എന്ന് മറ്റു ചില അഭിമുഖങ്ങൾ. ബിഗ് ബോസ് മലയാളം 6 ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. 16 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ബിഗ് ബോസ് മലയാളം 6 5ാം ആഴ്ച 6 വൈൽഡ് ഒറ്റയടിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിട്ടു. ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ കളി തന്നെയായിരുന്നു. നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നായിരുന്നു ഈ സീസണിന്റെ ടാഗ് ലൈൻ. ഈ ടാഗ് ലൈൻ പോലെയായിരുന്നു ഈ സീസണിലെ ഗെയിമും. 4 ഗ്രൂപ്പുകളായിരുന്നു ബിഗ് ബോസ് സീസൺ 6 മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. എല്ലാ സീസണിനേക്കാളും ഉപരി പവർ റൂം എന്ന പ്രത്യേക പദവി ഈ സീസണിൽ ഉണ്ടായിരുന്നു. പവർ റൂം ആയിരുന്നു ബിഗ് ബോസിന്റെ അധികാരി. കൂടാതെ ബിഗ് ബോസ് സീസൺ 1ലെ വിജയിയായ സാബുവും ശ്വേതാ മേനോനും കൂടി എത്തിയപ്പോൾ ഇതൊരു മാറ്റിപ്പിടിച്ച കളിയായിരുന്നു. മലയാളം ബിഗ് ബോസ് സീസൺ അവസാനിക്കുമ്പോൾ ആരാകും വിജയ് എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ബിഗ് ബോസ് മലയാളം 6 ഉടൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഗ്രാൻഡ് ഫിനാലേക്ക് മുന്നോടിയായി അവതാരകൻ മോഹൻലാൽ മറ്റൊരു വാരാന്ത്യ എപ്പിസോഡിനായി ഷോയിൽ വീണ്ടും പ്രവേശിച്ചു. ചില രഹസ്യമായ ടാസ്കുകളും കൂടുതൽ പുറത്താക്കലുകളുമാണ് ഇപ്പോഴുള്ളത്. ബിഗ് ബോസ് മലയാളം 6ൽ മിഡ്വേയിൽ പ്രവേശിച്ച വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായ ജനപ്രിയ മത്സരാർത്ഥിയായ നോറ മുസ്കാനും ഋഷി എസ് കുമാറും നിലവിൽ അപകട മേഖലയിലാണ്. ശേഷിക്കുന്ന 9 മത്സരാർത്ഥികളിൽ ജാസ്മിൻ ജാഫർ, ശ്രീതു കൃഷ്ണൻ, അഭിഷേക് ശ്രീകുമാർ, സായി കൃഷ്ണ, നോറ മുസ്കാൻ, ഋഷി എസ് കുമാർ എന്നിവരാണ് ഇത്തവണ പുറത്താക്കലുകൾക്കായി നോമിനേഷൻ കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ജാസ്മിൻ, ശ്രീതു, അഭിഷേക്, സായി എന്നിവർ പച്ച നിറത്തിലുള്ള റിബൺ സ്വീകരിക്കുന്നതായി പിന്നീട് വെളിപ്പെടുത്തി. ഇതവർ ഇത്തവണ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുവെന്ന സൂചനയായിരുന്നു. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഹൗസിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടിക്കറ്റ് ടു ഫൈനൽ ടാസ്കുകൾ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം വഹിച്ചു. വൈൽഡ് കാർഡ് എൻട്രിയായി മോഹൻലാൽ ഷോയുടെ പാതിവഴിയിൽ പ്രവേശിച്ച പ്രശസ്ത മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാർ ടാസ്കുകളിൽ വിജയിച്ചു. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ നേടി. ടാസ്കിൽ വിജയിച്ചതിനു ശേഷം വരാനിരിക്കുന്ന എല്ലാ എലിമിനേഷനുകളിൽ നിന്നും അഭിഷേക് രക്ഷപ്പെടുകയും ഗ്രാൻഡ് ഫിനാലെയിൽ നേരിട്ട് പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു.